ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഒരു 3x3 റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാമെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പറ്റും. അങ്ങനെ എളുപ്പമായിട്ടും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും പറ്റും, എളുപ്പമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ലെറ്റ്സ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ക്യൂബിൻ്റെ ബേസിക്സ് പഠിക്കാം. എന്നുവെച്ചാൽ ഈ മിഡിൽ കളറ് എങ്ങോട്ട് തിരിച്ചാലും മാറത്തില്ല. കണ്ടോ, കളറ് എങ്ങോട്ട് തിരിച്ചാലും മാറത്തില്ല. അപ്പോൾ നമ്മൾ ഈ റൂബിക്സ് ക്യൂബ് ഫസ്റ്റ് എന്താ കാട്ടേണ്ടത് വെച്ചാൽ ഈ ഒരു ഭാഗം സോൾവ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു പ്ലസ് കൊണ്ടുവരിക, സെൻറ്റർ പീസ് ആക്കുക, അപ്പോൾ ഒരു ഭാഗം സോൾവ് ആക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യം കാട്ടേണ്ടത് ഒരു പ്ലസ് കൊണ്ടാണ്. അതിനുവേണ്ടി ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മിഡിൽ കളർ എടുക്കുക. ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ വൈറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് എടുക്കുന്നതിന് പകരം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട്, ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും യെല്ലോ ആയിരിക്കാം, ഈ ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഗ്രീൻ ആയിരിക്കാം, ഈ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും റെഡ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സെൻറ്റർ പീസ് എടുക്കുക. ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ വൈറ്റ് എടുക്കാം. അപ്പം വൈറ്റ് എടുക്കുന്നതിന് പകരം അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക, യെല്ലോ. എന്നിട്ട് നമ്മൾ ഈ 4 സൈഡ് പീസിലും വെള്ളം കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ ഒരു വെള്ളമുണ്ട്, നമ്മൾ അടുത്ത വെള്ളം അവിടെ നോക്കുക, ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചാൽ ഇവിടെ, അടുത്തത് ഇവിടെ, അടുത്ത ഇവിടെ, സിമ്പിളായിട്ട് കിട്ടി. അടുത്തത് ഈ 4 വൈറ്റിൻ്റെയും അടിയിലൊരു കളറുണ്ട്. അപ്പോൾ ഈ വൈറ്റിൻ്റെ അടിയിലുള്ള കളറ് ഗ്രീനാണ്. അപ്പോൾ നമ്മൾ ഈ നടു ഗ്രീനായിട്ട് മാച്ച് ചെയ്യിപ്പിക്കണം. ഇതിപ്പോൾ നടു ഗ്രീനായിട്ട് മാച്ച് ചെയ്യിപ്പിച്ചില്ല, ആയി ഇങ്ങനെ മാച്ച് ചെയ്യിപ്പിക്കണം. എന്നിട്ട് നമ്മൾ 2 പ്രാവശ്യം കൊടുത്തിരിക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടി. ഇനി നമ്മളിങ്ങനെ പ്ലസ് കൊണ്ടിടണം, അതാണ് നമ്മളെ കാര്യം. അടുത്തത് അങ്ങനെ ചെയ്യുക, തിരിക്കുക. അടുത്തത് ഇതേത്തെ കളറ് ചുവപ്പ്. അപ്പോൾ നമ്മൾ തിരിക്കുക, അടുത്തതും ഇതുപോലെ തന്നെ തിരിക്കുക. അങ്ങനെ നമ്മൾ ഒരു പ്ലസ് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ഈ ഭാഗം വിട്ടോ, ഈ നമ്മളൊരു പ്ലസ് കൊണ്ടുവന്നിരിക്കുന്നു. അടുത്ത നമ്മൾ ഈ സെൻറ്റർ പീസ് റെഡിയാക്കാവുന്നതാണ്. അതിനു വേണ്ടി എവിടെയാണ് സെൻറ്റർ പീസുള്ളത് നോക്കുക. ഇവിടെ ഒരെണ്ണമുണ്ട്, അതിൻ്റെ ഇവിടെയുള്ള കളറ് റെഡാണ്. അപ്പോൾ നമ്മൾ ഈ നടു റെഡായിട്ട് യോജിപ്പിക്കണം. ഇതിപ്പോൾ യോജിപ്പിച്ചു. എന്നിട്ട് നമ്മൾ ഈ വയറിനെ മോളിക്കൊണ്ടിരാൻ നോക്കണം. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, എന്താ വെച്ചാൽ നമ്മൾ ഈ വൈറ്റ് മോളിക്കൊണ്ടിരുമ്പോൾ ഈ സെൻറ്റർ ഭാഗം പോകും. അപ്പോൾ നമ്മൾ എന്താ കാട്ടേണ്ടത് വെച്ചാൽ ഈ വൈറ്റ് ഇങ്ങോട്ട് തിരിക്കുക, എന്നിട്ട് ഈ വൈറ്റ് താഴത്തോട്ട് കൊണ്ടുവരിക. ഈ വൈറ്റ് അതിൻ്റെ സ്ഥലത്ത് തന്നെ കൊണ്ടിരിക്കുക, ഇതും അതിൻ്റെ സ്ഥലത്ത് തന്നെ കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഭാഗം കിട്ടി. അതുപോലെ നമ്മൾ എല്ലാ ഭാഗവും സോൾവ് ചെയ്യണം. ഇപ്പോൾ ഈ വൈറ്റിൻ്റെ ഇവിടെ ഉള്ളത് ബ്ലൂ, അപ്പം ബ്ലൂവിന് മാച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യാം. അടുത്തതും ഇതിപ്പോൾ മേളിലാണെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് താഴത്തോട്ടിരിക്കുക, ഇതൊന്ന് ലെഫ്റ്റോട്ട് തിരിക്കുക, ഇതൊന്ന് മുകളിലോട്ട് തന്നെ കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇവിടെ കളർ ഓറഞ്ച് ഓൾറെഡി മാച്ച് തന്നെയാണ്. നമ്മൾ അത് ചെയ്തപ്പോൾ തന്നെ താഴത്ത് തിരിക്കുക, അങ്ങോട്ട് തിരിക്കുക, ലൈൻ കിട്ടി. അത് നമ്മൾ ഒരു ഭാഗം സോൾവ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ടീ പോലെ വന്നു, കണ്ടോ, ടീ. നമ്മളങ്ങനെ ഇപ്പം എന്താ വെച്ചാൽ നമ്മളൊരു ഫസ്റ്റ് ലെയർ ഫിനിഷ് ആക്കിയിരുന്നു, അതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഈ യെല്ലോ സൈഡ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത സെക്കൻഡ് ലെയർ ഫിനിഷ് ആക്കണം. അതിനു വേണ്ടി ഇവിടെയുള്ള ഈ സെൻറ്റർ പീസ് നോക്കുക, ഇവിടെ മഞ്ഞല്ലാത്ത സെൻറ്റർ പീസ് ഉണ്ടോ നോക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ഒരെണ്ണം ഉണ്ട്, നീലയും ചുവപ്പും. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള കളർ നോക്കുക, ഇത് നീല. അപ്പോൾ നമ്മൾ ഈ നടു നീലായിട്ട് മാച്ച് ചെയ്യണം, ആദ്യം ചെയ്ത പോലെ തന്നെ നടു നീലായിട്ട് മാച്ച് ചെയ്യിപ്പിച്ചിട്ട്
ഈ റെഡ് ഡയറക്റ്റ്ലി ഇങ്ങോട്ടാണ് വരേണ്ടത്. അതിനു വേണ്ടി ഒന്ന് ലെഫ്റ്റോട്ട് തിരിക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് പൊന്തിക്കുക, എന്നിട്ട് ഇത് സ്ഥലത്ത് തന്നെ കൊണ്ടിരിക്കുക, ഇത്ര സ്ഥലത്തേക്ക് തന്നെ കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ റൈറ്റോട്ട് തിരിച്ചാൽ ഇവിടെ ഒരു വൈറ്റ് മിസ്സുണ്ടാവും. അപ്പം നമ്മൾ അത് ആദ്യം ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചില്ലേ, നമ്മൾ ആദ്യം കാട്ടിയില്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെയുള്ള ആ പീസ് ഇവിടേക്ക് എത്തി ഉണ്ടോ. അടുത്ത നമ്മൾ വേറെ ഇവിടെ ഉള്ള നോക്കാം. ഇവിടെ വരുന്നുണ്ട് ഓറഞ്ചും ഗ്രീനും. ഇപ്പോൾ ഇവിടെയുള്ള കളർ ഓറഞ്ച്, അപ്പം നടു ഓറഞ്ചായിട്ട് മാച്ച് ചെയ്യിപ്പിച്ചു. എന്നിട്ട് മുകളിലുള്ള കളർ ഗ്രീന്, അത് ഇങ്ങോട്ടാണ് വരേണ്ടത്. അതിനു വേണ്ടി ആദ്യം ഇങ്ങോട്ട് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചേ. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിരിക്കണം, എന്നിട്ട് ഇവിടെ പൊന്തിക്കണം, എന്നിട്ട് ഇവിടെ താഴ്ത്തണം. അല്ല ഇവിടെ താഴ്ത്തല്ല, അവിടേക്ക് തന്നെ കൊണ്ടുപോവുക, സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോവുക, അതിൻ്റെ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റോടെ തിരിച്ചാൽ ഇവിടെ ഒരു വൈറ്റ് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് ഇതിനെ ആദ്യം ചെയ്ത പോലെ തന്നെ തടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഇവിടെ ഉള്ള ഈ പീസ് ഇവിടേക്ക് എത്തി. അതുപോലെ നമ്മൾ എല്ലാ പീസും കാട്ടണം. നമ്മൾ വെച്ചു. അങ്ങനെ നമ്മൾ എല്ലാ സെൻറ്റർ പീസും സെൻറ്ററല്ല, ഇവിടെ ഈ സെൻറ്റർ ലൈൻ എല്ലാ സെക്കൻഡ് ലൈന് എല്ലാതും സോളാക്കി. അടുത്ത നമ്മൾ ഈ ടോപ്പ് ലെയർ ഫിനിഷ് ആക്കുക, വെച്ചാൽ യെല്ലോൻ്റെ ലെയർ ഫിനിഷ് ആക്കുക. അതിനു വേണ്ടി ഇവിടെ ഒരു പ്ലസ് കൊണ്ടുവരണം. അതിൽ നിങ്ങൾക്ക് ജെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് കിട്ടുന്ന ഇതുവരെ ചെയ്ത സ്റ്റെപ്പൊക്കെ കറക്റ്റ് അയക്കുന്നതാണ് അർത്ഥം. ഇവിടെ അങ്ങനെ ജെ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കട്ട അല്ലെങ്കിൽ ക്യൂബ് തെറ്റാൻ ചാൻസ് ഉണ്ട്, തെറ്റിയുണ്ടാവും. അപ്പം പുതിയത് വാങ്ങിയതൊന്നും തെറ്റുണ്ടാവില്ല. ഇപ്പം നമ്മൾ ജയ കിട്ടിയാൽ ഈ ജയ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം പിടിച്ചിട്ട് ഇത് ചെയ്യുക. ഫേസ് അൽഗോരിതം ഇട്ടുണ്ട്, അപ്പ് റൈറ്റ്, അപ്പ് ആൻഡ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, ഫേസ് ആൻഡ് ക്ലോക്ക് വൈസ്. ഇപ്പോൾ നമുക്ക് ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പ്ലസ് കിട്ടിയാൽ അടുത്തെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ കാണിക്കുക. റൈറ്റ് അപ്പ്, റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് അപ്പ് 2 times, റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്യൂബില്ലാതെ ഫിഷ് കിട്ടണം. അത് ഒരെണ്ണമല്ലാതെ ഇങ്ങനെ ഒരു ഫിഷ് കിട്ടണം. ഇതിങ്ങനെ കിട്ടരുത്. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നിങ്ങൾക്ക് ഫിഷ് അങ്ങനെ കിട്ടാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കിട്ടിയ ഫിഷ് ഒറ്റയ്ക്ക് കിട്ടുന്നവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഫിഷ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫിഷ്. അപ്പോൾ നമ്മൾ ഈ ഫിഷ് ഈ ലൈൻ ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ നിൽക്കാനുള്ള ഭാഗം പിടിച്ചിട്ട് ഈ ഭാഗം ഫുള്ള് സോൾവ് ആക്കണം. അതിനു വേണ്ടി ഒന്നുകൂടി തന്നെ ചെയ്യുക. അപ്പം നമുക്കിവിടെ ഒരു ഫിഷ് കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ചെയ്യുക. നമ്മൾ ഈ മുകളിലത്തെ ലെയർ ഫുള്ളും കറക്റ്റാവും. കറക്റ്റായി. അതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതാണ്. അപ്പോൾ നമ്മൾ മുകളിലത്തെ ലെയർ ഫിനിഷാക്കി. ഇനി നമുക്ക് ഇങ്ങനൊരു ഭാഗം കിട്ടിയിട്ടുണ്ടാവും. എല്ലാം സോൾവായി, ഒരു ഭാഗം മാത്രം ഇല്ലാതെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കളർ എടുക്കുക, എന്നിട്ട് ഇത് ചെയ്യുക. റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, ഫേസ്, റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, ബാക്ക് 2 times. റൈറ്റ് അൽഗോരിതം കൊടുക്കാം. ഫേസ്, റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, ബാക്ക് 2 times, റൈറ്റ് 2 times. അപ്പം നമുക്കൊരു തെറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇത് ഒന്ന് ഇങ്ങോട്ട് തിരിയുക. അപ്പം നമുക്ക് എല്ലാതും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി എന്താ കാട്ടേണ്ടത് വെച്ചാൽ അൽഗോരിതം കൊടുക്കാം. റൈറ്റ് 2 times, അപ്പ് റൈറ്റ് അപ്പ്, റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻഡ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്,
ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഭാഗം സോൾവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തിട്ട് ഇതൊന്നുകൂടി ചെയ്യാം. റൈറ്റ് 2 ടൈംസ്, അപ്പ്, റൈറ്റ്, അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ക്യൂബ് അവിടെ ഫുള്ള് സോൾവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.